അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു ഏടൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. വൈകുന്നേരത്തെ ചായക്കൊപ്പം നല്ല രുചിയോടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഇലയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 200 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തത്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അങ്ങനെ ഇതാ ശർക്കരയെല്ലാം നല്ലതുപോലെ തിളച്ച് ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റായാൽ മാത്രം മതി, തിളച്ച് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഈ ശർക്കര ചൂടോടെ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. അതിൽ എന്തെങ്കിലും കല്ലോ അഴുക്കോ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതാ ശർക്കരയെല്ലാം ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഏത് പാത്രത്തിലാണോ ഇലയടക്ക് വേണ്ടിയിട്ടുള്ള പണ്ട റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്കാണ് ശർക്കര ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ചൂടോടെ തന്നെയാണ് ഞാൻ അരിച്ചെടുത്തത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ടാണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. അത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. തേങ്ങ ഇട്ടിട്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പണ്ട റെഡിയായി കിട്ടും. ഇട്ട് കൊടുത്ത തേങ്ങയിലേക്ക് ശർക്കര പാനി നന്നായിട്ട് പിടിക്കണം. ആ ഒരു സമയം വേണ്ടു. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ തേങ്ങയിലേക്ക് നന്നായിട്ട് ശർക്കര പാനിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആകുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കൽ ആ ഒരു രീതിയിൽ കുഴച്ചിട്ട് റെഡിയാക്കിയാൽ മതി. കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കാം. ആവശ്യത്തിന് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാവ് നന്നായിട്ട് കുഴച്ച് ഇതാ കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഞാനൊരു ഉരുള റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ ഒരു പീസ് ഇല നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം അല്പം ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ തന്നെ നിങ്ങൾ ഇലയുടെ ഉണ്ടാക്കുക. വാഴയില ഇല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടും നമുക്ക് റെഡിയാക്കാം. അവർക്കും എപ്പോഴും വാഴയില കിട്ടൂലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അലൂമിനിയം ഫോയിലിൽ വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെയാണ് ചെയ്യൽ. ഇത് നമ്മൾ ഉരുട്ടിയെടുത്ത മാവിത ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ് അത്യാവശ്യം ഒന്ന് ചൂടെല്ലാം പോയിട്ടുണ്ട്. അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഒരിലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇലയട മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവിൻ്റെ അളവിന് എനിക്കൊരു 10 ഇലയടയാണ് കിട്ടിയതിന്. മാവും ഫില്ലിങ്ങും എല്ലാം അടക്കം 10 ഇലയട കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഇലയട വെച്ച് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും. ആദ്യം ഒരു 5 വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 5 വെച്ച് കൊടുത്താൽ മതി. 10 ആണല്ലോ നമ്മൾ റെഡിയാക്കിയതിന്. അപ്പോൾ ഇതാ ഒരു 5 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട്
ഒരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ട് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. 20 മിനിറ്റിൽ തന്നെ കറക്റ്റ് നന്നായിട്ട് സ്റ്റീമായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഇലയുടെ എല്ലാം റെഡിയായതിനു ശേഷം ഞാനിതാ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ ഇതാ നല്ല ചൂടുള്ള ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂട് ചായക്കൊപ്പം വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ നല്ലൊരു ഇലയുടെയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.